വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നല്ല പോസ്റ്റ് ആയിട്ട് രാവിലെ തന്നെ സമയം എത്രയാടാ? ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല പോസ്റ്റ് ആയിട്ടിരിക്കുക, ബാഗും സാധനങ്ങളൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കുക നമ്മൾ എവിടെ പോയി വരികയാണ്? എവിടെയും പോയി വരില്ല. കോഴിക്കോട് നിന്ന് ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് കയറിയതാണ്, വണ്ടി എടുക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കുക, വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പം ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, പരിചയപ്പെടുത്തില്ല. പിന്നെ യാസീൻ, എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. തൃശ്ശിയിലോട്ടാണ് ഓട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് കണ്ടില്ലേ, രാവിലെ മുതൽ, അതായത് രാവിലെ ഒരു 3 മണിക്ക് നമ്മളിവിടെ തൃശ്ശൂർ എത്തി കേട്ടോ. രാവിലെ 3 മണി മുതൽ ഇതാ ഇവിടെ, ഇത് മരത്താക്കരാന്ന് പറയും തൃശ്ശൂർ, അവിടെ ഉള്ളത്. ഈ ഒരു വർക്ക്ഷോപ്പ് തുറന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുക. ഈ വർക്ക്ഷോപ്പ് തുറന്നാലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അവരെടുത്താണ് വണ്ടീൻ്റെ ചാവി. അപ്പോൾ ആ ഒരു പരിപാടിയില്ല. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഓ, അങ്ങനെ വണ്ടി കിട്ടി. ഓ, അങ്ങനെ ഗായ്സ് വണ്ടി എടുത്തിട്ടോ. വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർക്ക്ഷോപ്പ് പോകണോ, അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണോ. അപ്പോൾ വണ്ടി കുറച്ച് പണികളുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, കണ്ടോ. അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. ലോങ് പോകാനുള്ളതായതുകൊണ്ട് കുറച്ച് പരിപാടികൾ. അങ്ങനെ വണ്ടി ഇപ്പോൾ പണിയാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. കണ്ടോ, ഫുള്ള് വണ്ടിയാണ്. ഈ ഒരു ലൈന് ഫുള്ള് വണ്ടിയാട്ടോ. ഓ, ഇത് രണ്ടും പോയിണ്ട്. 2 പോയിന്റ് വരെ. നമ്മളെ വണ്ടി ഇനിയും ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയിട്ടോ പണികളൊക്കെ തീരാൻ. പോയി ചായ കുടിക്കട്ടെ, രാവിലത്തെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ഓ, വിശന്നിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ആ പ്ലഗ് ഒരു കൊണ്ടുവരുമോ? നമ്മൾ പോയി വാങ്ങണോ? വണ്ടി വരാൻ കുറേ ടൈം ആവുന്ന പറഞ്ഞത്. പണികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. പച്ചക്കറിയും പൊറോട്ട. ഗൈസ്, നല്ല പോസ്റ്റാട്ടോ. അതായത് വണ്ടിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നല്ല പോസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അതായത് റൂട്ട് മാറ്റി. അപ്പോൾ തൃശ്ശിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് കളമശ്ശേരിയിൽ ലോഡ് ഇറക്കാണ്ട്, അവിടുന്ന് ലോഡ് കയറ്റാണ്ട്, എന്നിട്ട് നേരെ തൃശ്ശിയിലോട്ട് പോവാം. തൃശ്ശിയിൽ അത് ഇറക്കിയിട്ട് അവിടെ നിന്ന് തന്നെ വേറെ ലോഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ചാർജറിൻ്റെ ഓൾഡർ സെറ്റ് ചെയ്ത്, പക്ഷേ അതിന് വയർ കണക്ഷൻ കൊടുത്തില്ല. അതിന് ഇവിടുത്തെ ഇലക്ട്രീഷ്യന് 3:30 ആവുമെന്നാണ് പറയുന്നത് വരാൻ. നമ്മളിപ്പോൾ തൽക്കാലം എന്തായാലും ഇറങ്ങുക. ഇവിടുന്ന് വാളയാറ് പോകണം. വാളയാറ് പോയി ലോഡ് എടുത്തിട്ട് ഇവിടെയൊക്കെ തന്നെ എറണാകുളം വരണം, കളമശ്ശേരിക്ക്. അങ്ങനെ കുറച്ച് പരിപാടികൾ. ആസിയ പോവില്ലടാ, എന്നാ വാ. അങ്ങനെ യാസീന വണ്ടി എടുക്കണേ, പോലേ.
ഇതാട്ടോ നമ്മൾ പോകുന്ന റൂട്ട്. നല്ല ബ്ലോക്കാട്ടോ ഹസീന, ആ അറ്റം വരെ ഉണ്ട്, ഫുള്ള് ബ്ലോക്കാ. ഒന്നാമത് നല്ല വെയിലാണ്, നല്ല ചൂടാ. ഈ വരുന്ന വണ്ടിയൊക്കെ ഇനി അവിടെ കിടക്കും. അരമണിക്കൂർ കഴിഞ്ഞ് ബ്ലോക്ക് തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് ബ്ലോക്ക് തീർന്നില്ല. ഇല്ല, ഇപ്പോഴാണ് ഇങ്ങനെ അനങ്ങി അനങ്ങി ഇങ്ങനെ വരുന്നത്. ഇത്ര ഈ വണ്ടിക്കാർ ഇടയിൽ കൂടെ കയറുന്നത് നമുക്കാണെങ്കിൽ സൈഡ് ഗ്ലാസ്സിൽ കാണാനും പറ്റില്ല. ഇതൊരിക്കലും വണ്ടിക്കാരും ചിന്തിക്കില്ല. എന്നുവെച്ചാൽ വല്യണ്ടി പോകുന്ന ഡ്രൈവർമാർക്ക് സൈഡ് ഗ്ലാസ് നോക്കി കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിക്കാരൊരിക്കലും കാണാൻ പറ്റില്ല. കുറേയൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഈ അടുത്ത് ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഇവരിവിടെ വന്ന് നിർത്തിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സൈഡ് എടുക്കുമ്പോഴായിരിക്കും ഇവരെ മേലെ കൂടെ കയറുക. ബൈക്കുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ. ഗൈസ്, ബ്ലോക്ക് തീരുന്നില്ലല്ലോ. ബ്ലോക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ റൂട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫുള്ള് മലയും കുന്താ. ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കാണുന്നത് ഫുള്ള് മലയും കുന്താ. നല്ല അടിപൊളി റൂട്ടാ. പക്ഷെ ഈ റോഡ് പണിയും കൂടെ ഒന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും പറയേണ്ട കാര്യം. ഏതായാലും പമ്പിലൊന്ന് നിർത്തണോ? ഈ കുപ്പിയിലൊന്നും വെള്ളമില്ല. ഈ റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാട്ടോ ഗൈസ്. നമ്മളെ കുതിരാൻ ടണല് കയറാൻ പോവാട്ടോ. ടണലാണ്. ഏതാ റൂട്ട് നോക്കിയേ. സംഭവം എന്താ അറിയോ, ഈ പാലക്കാട് റൂട്ട് ഒന്ന് പൊള്ളി റോഡാ. അതായത് ഈ മലയും കാടൊക്കെ കയറിയിട്ടുള്ള ഈ റോഡാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങാം. എന്തായാലും ഒരു 10-20 മിനിറ്റ് ഇവിടെ ഇരുന്ന്. പുറത്ത് നല്ല വെയിലാ, പക്ഷെ തണലത്ത് നിന്ന് നല്ല കാറ്റും കിട്ടും. ഓ, അങ്ങനെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു. നമ്മളെപ്പോഴും ഈ വഴിക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാട്ടത്. നല്ല ഫുഡായി എടുത്തത്. വെള്ളം നിറയ്ക്കണ്ടേ? നേരെ ഈ പമ്പിൽ നിന്ന് വെള്ളം നിറയ്ക്കുക, നേരെ അങ്ങോട്ട് വിടുക. കുടിച്ചാ ഏറ്റവും എടുത്തു വിടവാ. നമ്മളിനി അവിടുന്ന് മറ്റേ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയില്ലേ, തൃശ്ശൂർ ടൗണിലേക്ക് പോയില്ലേ. അത് നല്ല വെയിലല്ലേ അപ്പോൾ അതാ ഭയങ്കര സ്ലോ ആണ്. ഈ കുപ്പിയൊക്കെ ഫുള്ളാക്കണല്ലോ ഗൈസ്. വെള്ളമൊന്നും എടുക്കാണ്ട് പോവാ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ 5 മിനിറ്റ് ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് നിൽക്കണം. ഭയങ്കര സ്ലോ ആണ്. അപ്പം ഇനി അടുത്ത പമ്പ് കാണുമ്പോൾ അവിടെ കയറുക, നേരെ വെള്ളം എടുക്കുക. ഇനിയിപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ ടോൾ ഗേറ്റ് വരും. ചക്ക കച്ചവടം. ഓ,
ഏത് സാധനം കാണുന്ന മല ഉണ്ടോ? ഓ ഗജാതി ആയിട്ടില്ല നിക്കണത്. നമ്മളങ്ങനെ വാളയാർ എത്തിയിരിക്കുന്നൊക്കെ 14 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കമ്പനി എത്തും. അപ്പൊ അവിടെ നിന്ന് ഇനി സിമെന്റ് ലോഡ് വെക്കണം. നേരെ എറണാകുളം കളമശ്ശേരിയിൽ ഇറക്കണം. കളമശ്ശേരി പോ 2 കിലോമീറ്റർ കാണിക്കുക. അത് ടോപ്പ് വ്യൂ പോയിന്റ് ആണ്. അതിന്റെ റൈറ്റ് സൈഡ് കാണുന്നത്. നമുക്ക് കമ്പനി ഇവിടെ കേട്ടോ, കുറച്ച് മുമ്പോട്ട് പോയാ അവിടെ തന്നെ. മുമ്പോട്ട് ആ ഇതിലിറക്കിക്കോ. ആ അത് നമുക്കൊന്ന് ഇതൊക്കെ കയറ്റാനുള്ളതാടാ. അങ്ങനെ ഗൈസ് നമ്മളെ റാംകോന്റെ കമ്പനിയിൽ എത്തിട്ടോ. ഒരു മിനിറ്റ് വാ, ഞാൻ ഇറങ്ങടാ. ചെരുപ്പ് മൊത്തം മാറി. ഇത് മറ്റേ പൊടിയാവണ വന്നോ? പോര് എത്തിക്കുന്നൊന്ന് വിളിച്ചു നോക്കിയാ. മുപ്പരോട് ഇവിടെ എത്തിയെന്ന് പറയും. ഇന്ന് ലോഡാവാണ് കഴിച്ചില്ലേ. എത്തിക്കാം. ഇതാണ് രാംകോന്റെ സിമെന്റ് കമ്പനി. കുറേ വണ്ടികളുണ്ട് കേട്ടോ വെയിറ്റിംഗ് ആയിട്ട്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി എപ്പോഴാ ലോഡാവാന്ന് അറിയില്ല. ഓ ഗൈസ്, അത് ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. ഇപ്പോൾ സമയം 5:45, 6 മണിയാവാനായി കണ്ടോ. നേരമൊക്കെ കുറച്ച് ഏകദേശം വെളുത്തു തുടങ്ങി. എന്ന് വെച്ചാൽ രാത്രി ഇവിടെ എത്തിയിട്ട് ലോഡ് കയറ്റാൻ പറ്റാത്ത അവസ്ഥയായി. എന്നുവെച്ചാൽ ഇപ്പോഴാണ് ലോഡ് കയറ്റാൻ തുടങ്ങുന്നത്. ഞാൻ എന്ത് ചെയ്ത് ആ സമയത്ത് നല്ല ഉറക്കമുറങ്ങി, വണ്ടി കയറി നല്ല ഉറങ്ങി. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റിട്ടേൺ പോകുമ്പോൾ വണ്ടി ഓടിക്കാനുള്ള, അപ്പോൾ നല്ല ഉറക്കമുറങ്ങി. ഇനിയിപ്പോൾ നേരെ വണ്ടീൻ്റെ അടുത്ത് പോട്ടെ. ഗ്യാസ് ഇപ്പോൾ അവിടെ കിടന്നുറങ്ങുക. ഈ ലോഡ് പിന്നെ എപ്പോഴാ കയറ്റി കഴിയാന്നാവോ. എൻ്റെ മോനെ ഫുള്ള് പൊടി. അയ്യോ, നമ്മളിത് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് സൈഡിലത്തൊന്നും താത്താനൊന്നും പറ്റുന്നില്ല. ഫുള്ള് പൊടിയൊന്നാകെ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉറങ്ങാൻ പറ്റുക. ഉറങ്ങി കുറച്ചാണ്ട് കഴിയുമ്പോൾ മുഖത്ത് ഇങ്ങനെ തൊട്ട് വയ്ക്കുക, മുഖത്ത് ഫുള്ള് പൊടി. ആ അവസ്ഥ. എന്തായാലും നേരം വെളുത്ത് ഉറക്കം കിട്ടി കുറച്ച്. ഇനിയിപ്പോൾ കമ്പനീൻ്റെ ഉള്ളിൽ പോയി പോട്ടെ. എന്തായാലും ലോഡ് കയറ്റി തുടങ്ങിയോ ഒന്നും അറിയില്ല. അയ്യോ, നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ട് കേട്ടോ. ഇത് എപ്പോഴാ കഴിയാവോ. ഗൈസ്, അങ്ങനെ ഇത്ര നേരം പോസ്റ്റ് ആയിട്ട് ഇപ്പോഴാട്ടോ ബില്ല് കിട്ടിയത്. സമയം 9 മണി കഴിഞ്ഞ്.
ഇനി നേരെ നാട്ടിലോട്ട് തെറിക്കുക, അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യണം, നേരെ നാട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ബൈ.